അല്പ വസ്ത്രധാരികളായ സ്ത്രീകളെ ഉദ്ഘാടനങ്ങൾക്ക് കൊണ്ടുവരപ്പെടുന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട യു പ്രതിഭ MLA പ്രസംഗമാണല്ലോ ഇന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മതങ്ങളും മത നേതാക്കന്മാരും ധാർമ്മിക മൂല്യങ്ങളുമുള്ളവർ എന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. മറക്കേണ്ടിടം മറച്ചേ പറ്റൂ, സൂക്ഷിക്കപ്പെടേണ്ടിടം സൂക്ഷിച്ചേ പറ്റൂ എന്ന്. നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട്, വസ്ത്രത്തിലും ഭക്ഷണത്തിലുമെല്ലാം. ധാർമ്മിക മൂല്യങ്ങൾ അത് സൂക്ഷിക്കപ്പെടേണ്ടതാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അല്പവസ്ത്രം ധരിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എന്താ കുഴപ്പം? അതിന് മറുപടിയില്ല. അതിൻ്റെ മറുപടി രാജ്യത്ത് നാട്ടിൽ നടക്കുന്ന അധാർമികതകളാണ് അതിനുള്ള മറുപടി. എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ രാജ്യത്ത് നടക്കുന്ന അധാർമികതകളാണ്, അക്രമങ്ങളാണ് അതിന് കൊടുക്കുന്ന മറുപടി. വാക്കുകളെ കൊണ്ടല്ല അതിന് മറുപടി നൽകേണ്ടത്. എല്ലാ വേദഗ്രന്ഥങ്ങളും വസ്ത്രത്തിലുള്ള ധാർമ്മികത സൂചിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആന്റെ 2 വചനമാണ് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. വൽയദ്രിബ്ന ബിഖുംറിഹിന്ന അലാ ജുയൂബിഹിന്ന, ഇതൊരായത്ത്. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ഇത് സൂറത്ത് അഹ്സാബിലെ 59-ാമത്തെ ആയത്ത്. അവരുടെ മൂടുപടം, അവരുടെ മക്കന അവർ താഴ്ത്തിയിടട്ടെ, അവരുടെ മാറിടത്തിന്റെ മേൽ താഴ്ത്തിയിടട്ടെ, അവരുടെ ദേഹത്തേക്ക് തൂക്കിയിടട്ടെ. അവരെ ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ്. ഫലാ യുദീന, അവരെ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. യു പ്രതിഭയെ അഭിനന്ദിക്കുന്നു. ഇത്തരം ശബ്ദങ്ങൾ ഉയർന്നു വരട്ടെ എന്ന്